ഹലോ. അന്ന് നമ്മൾ ചീനുവിൻ്റെ ബർത്ത്ഡേ ഖുറാനിക് പാർക്കിൽ വെച്ചിട്ടായിരുന്നല്ലോ നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് എല്ലാവരും കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ആ പാർക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അന്ന് ആ പാർക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കുറച്ച് സമാധാനമായിട്ടിരിക്കാൻ പറ്റിയ, വലിയ തിരക്കില്ലാത്ത, എങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുള്ളൊരു നല്ല പാർക്ക്. അങ്ങനെ നമ്മളന്ന് പ്ലാൻ ചെയ്തു, നമുക്കൊരു ദിവസം ഫുഡൊക്കെ ആയിട്ട് വരണം, കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കണം. ചീനമ്മ ഇപ്പോൾ KG2 ആണ്, ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയമാണ്. അവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്, അതിൽ നിറയെ പ്ലാന്റ്സ് ഉണ്ട്, വിശുദ്ധ ഖുറാനിലെ പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണിക്കണമെന്നൊക്കെ. ഇന്നപ്പോൾ നമ്മൾ കുട്ടിപ്പട്ടാളത്തെ കൊണ്ട് നേരെ അങ്ങോട്ട് പോവാണ്. ചേച്ചിയാണെന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഫാർമേഴ്സ് സൂക്ക് കൊള്ളാലോ. കഴിഞ്ഞ തവണ നമ്മൾ ബാക്ക് ഗേറ്റിലൂടെ വന്നുകൊണ്ട് ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചോദിച്ചപ്പോൾ ഇത് ഈവനിങ്ങിലേക്ക് ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളൊരു സാറ്റർഡേ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അവരത് ഈവനിങ്ങിലേക്ക് സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമുക്ക് തിരിച്ചു പോകുന്ന സമയത്തേക്ക് കാണാൻ കഴിയുമായിരിക്കും. അതിപ്പോൾ ലാഭമായല്ലോ. അങ്ങനെ ചേച്ചി അണ്ണനും ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറിച്ചട്ടി ബിരിയാണി. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ബിരിയാണിയുടെ കിക്ക് കൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, നെച്ചു ഭയങ്കര ഡാൻസായിരുന്നു. അങ്ങനെ നമ്മൾ ഗ്ലാസ് ഹൗസ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ശ്രീകാന്തേട്ടനും സുധീഷേട്ടനും വന്നില്ല. അവർക്ക് പുൽത്തകടിയിൽ കിടന്ന മാനം നോക്കി റിലാക്സ് ചെയ്യണം പോലും. ആയിക്കോട്ടെ, ഞാനും ചേച്ചിയും പിള്ളേരെയും കൊണ്ട് ഗ്ലാസ് ഹൗസ് കാണാൻ പോയി. നമുക്ക് ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ പെർ ഹെഡ് 5 dirhams വരുന്ന ഒരു ടിക്കറ്റ് എടുക്കണം. നമ്മളതൊക്കെ എടുത്ത് ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി അടിപൊളിയായിരുന്നു. കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇതെങ്ങനെയാണ് അത്രയും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് തോന്നി. ഇപ്പോഴാണെങ്കിലും സമ്മറിലാണെങ്കിലും കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ഓരോ പ്ലാന്റ്സ് കണ്ടിട്ട് ഇത് ക്രീപ്പേഴ്സ് അല്ലേ, ഇത് ക്ലൈംബേഴ്സ് അല്ലേ, അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ വന്നത് എന്തുകൊണ്ട് നന്നായി എന്ന്.
അങ്ങനെ ഗ്ലാസ് ഹൗസൊക്കെ കണ്ട് ഇറങ്ങിയപ്പോഴേക്ക് സൂക്ക് ഓപ്പണായി. പിന്നെ സൂക്കിലൂടെ ഒക്കെ ഒന്ന് നടന്നു. അവിടെ പ്രധാനമായിട്ട് ഹണി, ഒതൻറ്റിക് അറേബ്യൻ സ്വീറ്റ്സ്, ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെയാണ് ഉള്ളത്. വെജിറ്റബിൾസ് ഒക്കെ ചിലത് 1 ദിർഹം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സാറ്റർഡേ ആണ് വരുന്നതെങ്കിൽ നമുക്കിതെല്ലാം ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ചിറങ്ങി.